ഇന്ന് വന്നതൊരു ചെക്കിൻ വീഡിയോ ആണ്. ഇതിപ്പോൾ ലൈറ്റ് ഒന്നായിട്ട് പരന്നിട്ടാ കാണുന്നത്, കുഴപ്പമില്ല. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ 10 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡ്. ഇത് പിന്നെ ശക്തിൻ്റെ സ്റ്റീരിയോ ബോർഡ്. ഈ സ്റ്റീരിയോ ബോർഡ് 2 ചാനലായിട്ടാണ് കൊടുത്തുള്ളത്. പിന്നെ ഒരു സബ് ഫിൽറ്റർ ബോർഡ്, ഒരു ടോൺ കൺട്രോൾ ബോർഡ്, ഒരു ഗെയിൻ ബൂസ്റ്റർ ബോർഡ്, 2 ട്രാൻസ്ഫോമർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം. പിന്നെ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അഹൂജയുടെ 2 കുറ്റിയാണ്. പിന്നെ സബ്ബൂഫർ ലോക്കിൽ 2 സബ്ബൂഫറിന് 8 ഇഞ്ച് 2 സബ്ബൂഫറിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അത് ഓഫ് ചെയ്തിട്ട് കാണിക്കാം. ഈ ചിലർ സബിൻ്റെ ഫിൽറ്റർ ബോർഡ് എന്താകുമ്പോൾ സബ് സൗണ്ട് കൂട്ടുന്ന സമയത്ത് ഭയങ്കര പതർച്ച എന്ന് പറയും. അപ്പോൾ ഈ സബിൻ്റെ ഫിൽറ്റർ ബോർഡിലെ മെയിൻ 2 കപ്പാസിറ്റർ ഇല്ലേ, അത് നമ്മളൊരു പുതിയ ഫിൽറ്റർ ബോർഡ് മേടിക്കുമ്പോൾ എന്തായാലും വാല്യൂ കുറവായിരിക്കും. ഒരു 470 UF ഒക്കെ ഉണ്ടാവുള്ളൂ. അത് 25 വോൾട്ട് ഉണ്ടാവുക. അത് വാല്യൂ മാറ്റിയിട്ട് ഒരു 2200, 1000, 1200 അങ്ങനെയൊക്കെ മൈക്രോഫാരഡ് കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ആ പതർച്ച ഒഴിവായി കിട്ടും കേട്ടോ, സബ് ഫിൽറ്റർ എന്ന് വരുന്നത്. അപ്പോൾ ചിലർ പറയും ഈ സബ് എന്താ സൗണ്ട് കൂടുമ്പോൾ പതർച്ച വരണമെന്ന്. അത് സബ്ബുള്ള വാർഡ്സ് മൊത്തം എടുത്തിട്ട് ഔട്ട് ചെയ്യണ സമയത്ത് ഈ ഇതിൻ്റെ വോൾട്ട് ഡ്രോപ്പ് വരുന്നതാണ്. അപ്പോൾ ഈ ഫിൽറ്റർ ബോർഡിന് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോൺ കൺട്രോൾ ബോർഡില്ലേ, BT ബോർഡ്, ഈ BT ബോർഡിൻ്റെ ഔട്ട് എടുത്തിട്ട് വേണം സബ് ഫിൽറ്ററിലേക്ക് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, നമ്മളിവിടെ ബാസ് കൺട്രോൾ ചെയ്യുമ്പോൾ കണ്ടോ, നമ്മളിവിടെ ബാസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സബിൻ്റെ ലോ ഫ്രീക്വൻസി അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അത് നമ്മളൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് പിന്നെ എൻ്റെ ഒരു ടെസ്റ്റിംഗ് വസ്തുവാണ് ഈ സെറ്റ്. പല പ്രാവശ്യം അഴിക്കുക പറിക്കുക അതൊക്കെ തന്നെ നമ്മൾ പരിപാടി, ഓരോന്ന് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. BT ബോർഡിൻ്റെ ഇത് ഔട്ട് എടുത്തിട്ട് സബ് ഫിൽറ്ററിന് കൊടുക്കുക. സബിന് പതർച്ച എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സൗണ്ട് കൂട്ടുന്ന സമയത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ സബ് ഫിൽറ്ററിൻ്റെ 2 കപ്പാസിറ്റർ അത് ഏതാണോ മോഡൽ അത് നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ ചിലർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ 35 വോൾട്ട് 12 വോൾട്ട് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ 35 ഡ്രൈവ് ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ റെസിസ്റ്റൻസ് ഇല്ലേ 3.3K റെസിസ്റ്റൻസും മാറിയിട്ട് അവിടെ ഫ്യൂസിബിൾ 2 റെസിസ്റ്റൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 12 വർക്ക് ചെയ്യൂട്ടാ. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ഉദ്ദേശിച്ച് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.